ഹലോ വെൽക്കം ബാക്ക് ടു സൈമൺ ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. സോ മക്കൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായും ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പാടുള്ളൂ. സോ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, പല കുട്ടികൾക്കും എക്സാം പോകുന്ന സമയത്ത് വലിയൊരു ഡൗട്ട് സോഷ്യൽ സയൻസിനകത്ത് ഉണ്ടാവാറുണ്ട്. അതെന്താണുള്ളത്? നിങ്ങൾക്കറിയാം, സോഷ്യൽ സയൻസിനകത്ത് ഓരോന്നും എത്ര മാർക്കിനാണ് എഴുതേണ്ടത്? നമുക്കറിയുന്നതാണ്, 1 മാർക്കുണ്ട്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന് വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എത്ര പോയിന്റുകൾ എഴുതണം? പലപ്പോഴും പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട് അല്ലേ? പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സാർ എസ് ഞങ്ങൾ എത്ര എഴുതണം, എത്ര പോയിന്റ് ആണ് അല്ലെങ്കിൽ എത്ര ഭാഗമാണ് ഞങ്ങൾ എഴുതേണ്ടത്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. ആദ്യം തന്നെ മക്കൾ ശ്രദ്ധിക്കുക, 1 മാർക്ക് ചോദ്യമാണ്. 1 മാർക്കിന്റെ ചോദ്യത്തിന് നമ്മൾ എത്ര എഴുതണം എന്ന് വെച്ചാൽ അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ആ 1 വേർഡ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അതിൽ നിങ്ങൾ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? അപ്പോൾ എല്ലാ എക്സാമിനകത്തും ഫസ്റ്റ് വൺ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് 1 വേർഡ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് എഴുതി തീർക്കുക എന്നുള്ളതാണ്. അത് എഴുതി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഫ്രീ ആയില്ലേ? നമ്മൾ പിന്നെയുള്ള സമയത്തൊക്കെ ബാക്കിയുള്ള നമുക്ക് എഴുതിയാൽ മതി. കാരണം ഷുവറായിട്ട് കിട്ടുന്ന മാർക്കുകളാണ് ഇത് 1 മാർക്ക് എന്ന് പറയുന്നത് അല്ലേ? ഇനി അത് കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക, രണ്ടാമതായിട്ട് വരുന്നത് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എത്ര എഴുതണം? 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്നുള്ളതാണ്. മക്കളെ, ഞാൻ പറയുന്നു, നിങ്ങൾ എഴുതേണ്ടത് ഒന്നുകിൽ 2 സെന്റൻസ്, ഒരു 2 സെന്റൻസ് നിങ്ങൾക്ക് എഴുതാം. അതല്ലെങ്കിൽ ചില ആളുകൾക്കൊക്കെ 2 മാർക്കിന്റെ ചിലപ്പോൾ എഴുതി വരുമ്പോൾ അതൊരു 3 സെന്റൻസ് ആയിട്ടൊക്കെ തോന്നാം. അങ്ങനെ ആകുമ്പോൾ ഒരു 3 സെന്റൻസ് വരെയൊക്കെ എന്ത് ചെയ്യാം, എഴുതാം. ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് 2 സെന്റൻസിൽ നിങ്ങളോട് എഴുതാനാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർക്ക് എഴുതുമ്പോൾ തോന്നുകയാണ് ഒരൊറ്റ പോയിന്റ് കൂടി അതുമായി ബന്ധപ്പെട്ട് എഴുതാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സെന്റൻസ് കൂടി എഴുതിക്കുക. ഒരു 3 സെന്റൻസിലൊന്നും ആയിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അധികം നിങ്ങൾ എന്ത് ചെയ്യരുത്, നീട്ടാൻ പാടില്ല. അതാണ് 2 മാർക്കിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചിലത് പോയിന്റ് വൈസ് ആയിട്ട് ഉണ്ടാവുക. ഓരോ പോയിന്റുകൾ, ചിലപ്പോൾ ഇതൊരു 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ അതിനൊരു 4 പോയിന്റുകളായിരിക്കും. അപ്പൊ നമ്മൾ അതൊരു സെന്റൻസിലേക്ക് പോകേണ്ട, ആ 4 പോയിന്റുകൾ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി. അങ്ങനെയാണ് ഈ 2 മാർക്കിന്റെ നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ, 2 മാർക്കിൻ്റെത് 2 സെന്റൻസ്. ഇൻ കേസ് ഒരു 3 സെന്റൻസിൽ എഴുതാൻ പറ്റുമെങ്കിൽ ആ 3 സെന്റൻസ് കേട്ടോ. അതായത് എല്ലാത്തിലും നിർബന്ധമല്ല, ചില എക്സാമിനും ചില ഇത് മാത്രം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ 3 മാർക്കിൻ്റെ ആണ്. പലപ്പോഴും ആളുകൾക്ക് തോന്നാറുണ്ട്, സാർ 3 മാർക്കിൻ്റെ ഞങ്ങൾ എങ്ങനെയാണ് എഴുതാറുള്ളത്? മകളെ, നിങ്ങൾക്കറിയാം, 2 മാർക്കിന് എഴുതിയിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് 3 മാർക്കിന് നമ്മൾ എഴുതേണ്ടത്. 3 മാർക്കിൻ്റെ എന്താ പ്രത്യേകത വെച്ചാൽ, നമ്മൾ ഒരു 2 മാർക്കിൻ്റെ എഴുതിയതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ എന്ത് ചെയ്യും, ഒരു പോയിന്റ് കൂടി അധികം വരും. അതായത് ഒരു 3 സെന്റൻസിൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി. ഒരു 3 സെന്റൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 3 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് എഴുതാം. ചില ക്വസ്റ്റ്യനകത്ത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാവാം. ഇതേപോലെ തന്നെ ചില പോയിന്റുകളായിട്ട് ചിലപ്പോൾ ഒരു 6 പോയിന്റുകളൊക്കെ ആയിട്ട് എഴുതേണ്ടതുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 6 പോയിന്റ് വൈസ് എന്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഒരു 3 മാർക്കിൽ. അപ്പോൾ 3 മാർക്കിനൊന്നും നിങ്ങൾ ഒരു എസ് ഒക്കെ എഴുതും പോലെ വലുതായിട്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പല ആൾക്കാർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, സാറേ 3 മാർക്കിൻ്റെ ഒരുപാടുണ്ട് വെച്ചിട്ട് അങ്ങനെ കുറേ എഴുതിയിട്ട് എന്ത് ചെയ്യും, സമയം കളയും. നമ്മുടെ സോഷ്യലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ടൈമാണ്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും ഈ 3 മാർക്കിൻ്റെ ഒക്കെ ചോദ്യത്തിലാണ് പലപ്പോഴും സമയം എന്ത് ചെയ്യാറുള്ളത്, കുട്ടികൾ നഷ്ടപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് ഓർത്ത് വെച്ചോളൂ, വേറി വന്നാൽ ഒരു 3 സെന്റൻസിൽ, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 2 മാർക്കിനേക്കാൾ കുറച്ചും കൂടി 2 പോയിന്റ്, ഒരു 2 സെന്റൻസ് കൂടി അധികം, അത്ര മാത്രം എഴുതിയാൽ മതി കേട്ടോ 3 മാർക്കിൻ്റെത്. ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അടുത്തത് എന്ന് പറഞ്ഞാൽ 4 മാർക്കാണ്. 4 മാർക്കിൻ്റെത് എത്ര എഴുതണം? അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ നിങ്ങളോട് കാണിക്കുകയാണ്. അതായത് മകളെ, ഈ ഒരു പേജ് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒറിജിനൽ ആൻസർ ഷീറ്റ് അല്ല, പക്ഷേ നിങ്ങൾ ആ ഒരു ഒറിജിനൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലേക്ക് അത് കരുതണം. മകളെ ശ്രദ്ധിക്കുക, ഈ ഒരു പേപ്പർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ പേപ്പറിനകത്ത് ഒരു പുറം നിങ്ങൾ കാണുന്നുണ്ട്. മകളെ, നിങ്ങൾ നോക്കി, ഇതിൻ്റെ ഒരു സൈഡില്ലേ, ഈ ഒരു സൈഡാണ് ഒരു പുറം എന്ന് പറഞ്ഞത്. അതായത് ഇതിൻ്റെ ഒരു സൈഡാണ് ഒരു പുറം, അതേപോലെ തന്നെ ഇത് മറ്റൊരു സൈഡാണ്. അപ്പോൾ ഇതെന്താണ്, രണ്ടാമത്തെ പുറം കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പറിന് എത്ര പുറമുണ്ട്? 2 പുറമുണ്ട് അല്ലേ? ഇതൊരു പുറം, അതേപോലെ തന്നെ എന്താണ്, ഇത് മറ്റൊരു പുറം. മകളെ, ഒരു 4 മാർക്കിന്റെ ചോദ്യം പറയുന്നത് എത്ര പുറം എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുറത്തിന്റെ ഒരു പകുതിയാണ് എഴുതേണ്ടത്. അതായത് ഒരു 4 മാർക്കിന്റെ എന്ന് പറഞ്ഞാൽ ഇതൊരു പുറമാണെങ്കിൽ ആ പുറത്തിന്റെ ഒരു പകുതി അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു 1/4 ഭാഗം വരെയൊക്കെ എന്ത് ചെയ്യാം, വരാം. അത്രയും എഴുതിയാൽ മതി. അതായത് ഈ ഒരു പേജിന്റെ ഈ ഒരു പുറത്തിന്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം. അതായത് വളരെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതുപോലെ തന്നെ ഷോർട്ടായിട്ടൊക്കെ ചില ആളുകൾക്ക് പോയിന്റ് വൈസ് ഒക്കെ അത്രയും അടിപൊളിയായിട്ട് എഴുതാനൊക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അരയിൽ തീർക്കും. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 1/4 എന്ത് ചെയ്യും, തീർക്കും. ഇനി ഞാൻ പറയട്ടെ, ചില ആൾക്കാരൊക്കെ എഴുതി വരുമ്പോൾ ഇതൊരു പേജായി എന്ന് വിചാരിക്കുക. അതായത് ഒരു 4 മാർക്കിൻ്റെത് ഒരു ഭാഗം, അതായത് ഒരു പുറം ആയിട്ട് എഴുതിപ്പോയി എന്ന് വിചാരിക്കുക.
പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ അത് എന്ത് ചെയ്യേണ്ട, ബേജാറാവേണ്ട. കാരണം ചില ആൾക്കാരൊക്കെ നിങ്ങൾക്കറിയാലോ, അവർ എഴുതുന്ന ഹാൻഡ് റൈറ്റിങ്ങിനകത്ത് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെയൊക്കെ എഴുതി വരുമ്പോൾ ചിലപ്പോൾ അവർ എഴുതി വരുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു കൂടിപ്പോയി എന്ന് വരാം. പക്ഷേ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബേജാറാവേണ്ട. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏറി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു അരപ്പുറമോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗമൊക്കെ മതി. ഏകദേശമൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എത്തിച്ചാൽ മതി കേട്ടോ. അതാണ് ഇത് ഒരു 4 മാർക്കിന്റെ ചോദ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്, റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, അടുത്തൊരു സംശയം ഇതേപോലെ തന്നെ, അതായത് 4 മാർക്കിൻ്റെ ഡൗട്ട് വരരുത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പാരഗ്രാഫ് എഴുതിനേക്കാൾ കുറച്ചും കൂടി എഴുതിയാൽ മതി. ഒരു പാരഗ്രാഫ് എഴുതുന്നുണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചും കൂടി എഴുതിയാൽ എത്രയായി? 4 മാർക്കിനായി. ഇനി മക്കൾക്ക് ശ്രദ്ധിക്കുക, അടുത്തതാണ് 5 മാർക്ക്. 5 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എസ് എ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വരാറുള്ളത്. ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് 5 മാർക്ക്. ഇതിലാണ് പല ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവാറുള്ളത്. സോഷ്യലിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും മാർക്കുകൾ അതായത് സമയം നമുക്ക് കളയുന്നത് ആക്ച്വലി ഈ ഒരു 5 മാർക്കിനാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ 5 മാർക്കിന്റെ എസ് എ ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, അടിപൊളിയായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ, സൂപ്പറായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു 4 മാർക്ക്, ഒരു 4.5 മാർക്കൊക്കെ എന്ത് ചെയ്യും, കിട്ടും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില ആൾക്കാരൊക്കെ എന്നാൽ എസ് എ കുറേ പേജ് അങ്ങ് എഴുതി തീർക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കുറേ സമയം അതിലായിട്ട് കളയും. അപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ഈസി ആയിട്ട് മാർക്ക് നേടാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനൊന്നും വിചാരിച്ച സമയവും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഇതാണ് പലപ്പോഴും പല ആൾക്കാർക്കും എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, 5 മാർക്കിന്റെ ഈ ഒരു എസ് എ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം. മക്കളെ, ഒരുപാട് എഴുതുക എന്നുള്ളതല്ല 5 മാർക്കിന്റെ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സോഷ്യൽ സയൻസ് എടുക്കുന്ന ടീച്ചേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ, മക്കളെ, പോയിന്റുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് പോയിന്റുകൾ ഉണ്ടായിരിക്കണം. ശരിക്കും ഇതിൽ പറയുന്നത് എത്ര ഭാഗം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എസ് ഐക്ക് എത്ര വേണം, അതായത് ഒരു 5 മാർക്കിന്റെ ചോദ്യത്തിന് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ, ഈ ഒരു പുറം വേണം. ഈ ഒരു പുറവും അതേപോലെ തന്നെ ഈ ഒരു മറ്റൊരു പുറം ഉണ്ടല്ലോ, ആ പുറത്തിന്റെ ഒരു അരഭാഗവും, അത്രയും മതി എസ് ഐക്ക്. അപ്പൊ എസ് ഐക്ക് ഓർത്ത് വെച്ചോളാം, ഒരു പുറം അതേപോലെ തന്നെ മറ്റൊരു പുറത്തിന്റെ അരഭാഗവും, അത്രയും മതി ഏത്, ഒരു എസ് എഴുതാൻ. അപ്പൊ ആ എസ് ഐ ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ തന്നെ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിനകത്ത് വരണം. ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ പോയിന്റുകളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും വേണം. അതായത് ഓരോ പോയിന്റുകളും അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അതിനെന്ത് ചെയ്യണം, എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു എസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. അത് നല്ലതാണ്. പേപ്പേഴ്സ് നോക്കുന്ന ടീച്ചേഴ്സിനൊക്കെ അത് ഉണ്ടാവും, നിങ്ങളുടെ പേപ്പർ ഏറ്റവും ഈസി ആയിട്ട് നോക്കി തീർക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, 5 മാർക്കിന്റെ ഈ എസ് എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒരുപാട് അങ്ങ് എഴുതലല്ല, പോയിന്റുകൾ മാക്സിമം നിങ്ങൾ എഴുതുന്നതിനകത്ത് എന്ത് ചെയ്യണം, പോയിന്റുകൾ വരണം. അപ്പോൾ പോയിന്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിനകത്ത് വരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഇതിന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, ഇത്രയാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു 1 മാർക്ക് മുതൽ 5 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളും അതിന് ഇതേപോലെ തന്നെ എത്ര പോയിന്റുകൾ എഴുതണം എന്ന് പറയുന്ന ഭാഗത്തിനകത്തുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറേ ആളുകൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ്. സോ ആ ഡൗട്ടിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എത്തിയിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് എല്ലാ ആൾക്കാർക്കും നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. സോ മക്കളെ, ഇത്തരത്തിലേക്കുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കൂടാതെ തന്നെ മക്കൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. സോ നിങ്ങൾക്കറിയാലോ, സൈലത്തിന്റെ ആപ്പുകളൊക്കെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട ബാച്ചുകൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ അതിനകത്തൊക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, 9995400800 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ എന്താണ് ഇതുപോലെ തന്നെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. സോ എല്ലാ ആൾക്കാരും ഇത് ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതോടുകൂടി സാർ നിർത്തുകയാണ്. സോ ജെ സി സാറാണ്, ജിതിൻ സാറാണ്. നമുക്ക് വീണ്ടും കാണാം മക്കളെ. സോ ബൈ എവരിവൺ, ബൈ.